ഖാലിസ്ഥാൻ ഭീകരവാദിയായിട്ടുള്ള ഈ ഗുർപന്ത്വങ് സിംഗ് പന്നുവിനെ വധിക്കാൻ ഗൂഢാലോചന നടന്ന സംഭവത്തിൽ ഇന്ത്യ സജീവമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യൻ വംശജരായിട്ടുള്ള അമേരിക്കൻ കോൺഗ്രസ് അംഗങ്ങൾ. ഭരണകക്ഷിയായിട്ടുള്ള ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ജനപ്രതിനിധി സഭാംഗങ്ങളായിട്ടുള്ള അമി ബേര, പ്രമീള ജയപാല്, റോ ഖന്ന, രാജാ കൃഷ്ണമൂർത്തി, അതുപോലെ തന്നെ ശ്രീ തനേദോർ എന്നിവരാണ് സംയുക്ത പ്രസ്താവനയിലൂടെ രംഗത്തെത്തിയത്. ആദ്യം നമുക്ക് അവരെന്താണ് പറഞ്ഞത് എന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഇന്ത്യൻ സർക്കാർ ഈ ഒരു വിഷയത്തിൽ നടപടി സ്വീകരിച്ചില്ല എങ്കിൽ അമേരിക്കയുമായിട്ടുള്ള ബന്ധം വഷളാകുമെന്നും അമേരിക്കൻ മണ്ണിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഇന്ത്യ ശ്രദ്ധിക്കണമെന്നുമാണ് ഇവർ പറയുന്നത്. നിരോധിത സംഘടനയായിട്ടുള്ള സിഖ് ഫോർ ജസ്റ്റിസിന്റെ സ്ഥാപകനായിട്ടുള്ള പന്നുവിനെ വധിക്കാൻ ഒരു ഇന്ത്യൻ ഉദ്യോഗസ്ഥന്റെ അറിവോടെ ശ്രമം നടന്നുവെന്നും അത് അമേരിക്ക തകർത്തു എന്നുമാണ് വാദം. വലിയൊരു ഗൂഢാലോചനയാണ് നടന്നത്. അതിൽ പങ്കാളിയായിട്ടുള്ള നിഖിൽ ഗുപ്ത എന്ന് പറയുന്ന പൗരനെ അമേരിക്കയുടെ ആവശ്യമനുസരിച്ച് ചെക്ക് റിപ്പബ്ലിക്കിൽ വെച്ച് അറസ്റ്റ് ചെയ്തിരുന്നുവെന്നും ഇയാളിലൂടെ ഇന്ത്യ ഈ കൃത്യം നടപ്പിലാക്കാൻ ശ്രമിച്ചു എന്നതുമാണ് ആരോപണം. ആദ്യം നമുക്ക് ഇന്ത്യൻ വംശജരായിട്ടുള്ള അമേരിക്കൻ കോൺഗ്രസ് അംഗങ്ങളുടെ ആവശ്യം എന്തുകൊണ്ടുണ്ടായി എന്ന് നമുക്ക് പരിശോധിച്ചാൽ അതൊരു സ്വാഭാവികമായ പ്രക്രിയയായിട്ട് നമുക്ക് കാണാം. കാരണം ഈ ഒരു വിഷയം ഇപ്പോൾ രാജ്യാന്തര തലത്തിൽ തന്നെ ചർച്ചയാവുന്നുണ്ട്, അമേരിക്കയിലും ഇത് ചർച്ചയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ വംശജർക്ക് ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താൻ അവർ സ്വാഭാവികമായി രാഷ്ട്രീയമായി നിർബന്ധിതരാണ്. കാരണം ഇന്ത്യക്കാർ വോട്ട് ചെയ്തിട്ടല്ല അവർ അമേരിക്കൻ കോൺഗ്രസ് അംഗങ്ങളാവുന്നത്, അമേരിക്കക്കാരാണ് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായിട്ട് ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടാവുന്ന സമയത്ത് ഇന്ത്യക്കെതിരെ ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെടാൻ ഇന്ത്യൻ വംശജരുടെ മേൽ സമ്മർദ്ദം കൂടുതലായിട്ടുണ്ടാകും. ഇനിയിപ്പോൾ സമ്മർദ്ദം ഇല്ലെങ്കിൽ തന്നെയും സ്വാഭാവികമായിട്ട് ഇന്ത്യൻ വംശജർ ഇത്തരം ഒരു കാര്യം ചെയ്യാൻ നിർബന്ധിതരാകും എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇന്ത്യയെ ഭീഷണിപ്പെടുത്താനോ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനോ ഇതിൻ്റെ പേരിൽ ഇന്ത്യ അമേരിക്ക ബന്ധം തകർന്നു പോകുമോ എന്നൊക്കെ പറയുന്നത്, അതിപ്പോൾ മാധ്യമങ്ങളാണെങ്കിലും ഈ പറയുന്ന കോൺഗ്രസ് അംഗങ്ങളാണെങ്കിലും ആരാണെങ്കിലും അതൊക്കെ വെറുതെയാണ്. കാരണം ഇത്തരം ഒരു ആരോപണവും ഈ വിഷയവുമൊക്കെ ഉണ്ടായതിനു ശേഷമാണ് G20 യോഗം നടക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അവിടെയാണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് എക്കണോമിക് കോറിഡോറിൻ്റെ പ്രഖ്യാപനം ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നത്, ഇന്ത്യയുടെ താല്പര്യത്തിനനുസരിച്ചൊരു സംയുക്ത പ്രസ്താവന ഉണ്ടാവുന്നത്, റഷ്യയുടെ പേരൊഴിവാക്കി യുക്രൈൻ യുദ്ധത്തെക്കുറിച്ചുള്ള പരാമർശം ഉണ്ടാവുന്നത്, ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത്. അതിനുശേഷമാണ് ഇന്ത്യ, അമേരിക്ക, അതുപോലെ തന്നെ UAE, അതുപോലെ ഇസ്രായേൽ, ഈ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു I2U2 കൂട്ടായ്മയുടെ പല കൂടിക്കാഴ്ചകളും നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ക്വാഡുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അതേപടി നടക്കുന്നുണ്ട്. അത് മാത്രമല്ല ഇന്ത്യ US ബന്ധം കൂടുതൽ മെച്ചപ്പെടുകയാണ് ഉണ്ടായത്. രാജ്യാന്തര തലത്തിൽ തന്നെ ഇന്ത്യയും അമേരിക്കയും എല്ലാ മേഖലയിലും സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഈ ഒരു സംഭവം കൊണ്ട് യാതൊന്നും തന്നെ ഉണ്ടാവാൻ പോകുന്നില്ല ഇന്ത്യ US ബന്ധത്തിൽ. പക്ഷേ ഇതൊരു ചർച്ചയായിട്ട് ഉയർന്നു വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടുള്ള ഔദ്യോഗികമായ നടപടികളുണ്ട്. ഇപ്പോൾ ഇന്ത്യ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്നൊരു കാര്യം US ഉണ്ടാവുന്നു, ഒരു ചർച്ച ഉണ്ടാവുന്നു. ആ സമയത്ത് ഔദ്യോഗികമായിട്ട് US ഗവൺമെൻറ് ഇന്ത്യയോട് കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യ ഔദ്യോഗികമായിട്ടൊരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. അവസാനം ഒരു റിപ്പോർട്ടും ഒക്കെ ഉണ്ടാവേണ്ടതുണ്ട്. അത് നടപടിക്രമങ്ങളാണ്. പക്ഷേ ഇന്ത്യ US റിലേഷനെ ബാധിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ഇനി മറ്റൊരു കാര്യം, പ്രത്യേക ആശങ്കയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയെ ഉൾപ്പെടുത്തണമെന്ന് US മതസ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കമ്മീഷൻ ബൈഡനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്ന ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. കാരണം ഇന്ത്യ വിദേശത്തുള്ള മതന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വയ്ക്കുന്നു എന്നതാണത്രേ ഇവർ കണ്ടെത്തിയിരിക്കുന്നത്. ഇത്തരം വാദങ്ങൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? ഈ പന്നു എന്ന് പറയുന്ന ഇയാളൊരു സാത്വികനായ മനുഷ്യനല്ല, ഇയാളൊരു സമാധാന പ്രിയനല്ല. ഇന്ത്യൻ പാർലമെന്റ് ആക്രമിക്കുമെന്ന് പറയുന്ന, ഇന്ത്യയിലെ വിമാനങ്ങളെ, എയർ ഇന്ത്യ വിമാനങ്ങളെ ആക്രമിക്കുമെന്ന് പറയുന്ന, ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുക്കുമെന്ന് പറയുന്ന, ഡൽഹി കേന്ദ്രമായിട്ട് ഖാലിസ്ഥാൻ സ്ഥാപിക്കുമെന്ന് പറയുന്ന, ഭീകരവാദികളെ എല്ലാ കാലവും സപ്പോർട്ട് ചെയ്യുന്ന, അത് ഈ പറയുന്ന എല്ലാത്തരം ഭീകരവാദികളെയും പാകിസ്ഥാനുമായിട്ടടക്കം ബന്ധം പുലർത്തുന്ന, പാക് ചാര സംഘടനയുമായി ബന്ധം പുലർത്തുന്ന, ഇന്ത്യക്കെതിരെ വിദേശ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് പല സംഘടിതമായ പ്രവൃത്തികളും ചെയ്യുന്ന, കുറ്റകൃത്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന, രാജ്യത്ത് ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു വിഘടനവാദിയും തീവ്രവാദിയും ഭീകരവാദിയുമായിട്ടുള്ള ആളാണ് ഈ പന്നു എന്ന് പറയുന്നത്. ഇയാളെപ്പോലൊരു ആൾക്കെതിരെ ഇന്ത്യക്കൊരു നടപടി സ്വീകരിക്കേണ്ടി വന്നതിനെ ഓർത്ത് ശരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ US ഭരണകൂടം ലജ്ജിക്കുകയാണ് വേണ്ടത്. കാരണം ഇത്തരത്തിൽ ഭീകരവാദികളായിട്ടുള്ള ആളുകൾക്ക് സുഖമായിട്ട് കഴിയാൻ പറ്റുന്ന ഒരു സ്ഥലമായി അമേരിക്ക മാറിയാൽ, അമേരിക്കയുടെ നിയമവ്യവസ്ഥ നോക്കുകുത്തിയായാൽ, അമേരിക്കയുടെ മണ്ണിൽ നിന്നുകൊണ്ട് മറ്റ് രാജ്യങ്ങൾക്കെതിരായിട്ട് ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്താൻ ഭീകരവാദികൾക്കും സംഘടനകൾക്കും
സാധിക്കുമെന്നൊരു നിലയുണ്ടായാൽ അത് അമേരിക്കയുടെ നിയമവാഴ്ചയുടെ വലിയ തകർച്ചയായിട്ടാണ് കാണേണ്ടത്. ശരിക്കും ഇന്ത്യ അമേരിക്കയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇയാളെ കൈമാറണം, ഇയാൾ ഒരു ഭീകരവാദിയാണ്, ഒരു കൊടും കുറ്റവാളിയാണ് എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയുടെ നിലപാട് വളരെ വ്യക്തമാണ് ഇക്കാര്യത്തിൽ. ഇനി US പൗരന്മാരെ മറ്റൊരു രാജ്യത്ത് നിന്ന് കൊലപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞ് തള്ളിമറിക്കുന്നുണ്ടല്ലോ പലരും. ഇതേ US ബന്ധപ്പെട്ട് ഈ പറയുന്ന ഈ ഇന്ത്യൻ വംശജര് ഇന്ത്യക്കെതിരെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ അതേ സമയത്ത് തന്നെ കാലിഫോർണിയയിൽ ഒരു വെടിവെപ്പ് നടക്കുകയാണ്. ആ വെടിവെപ്പിൽ മാതാപിതാക്കളുടെ മുന്നിൽ വച്ച് ഒരു 4 വയസ്സുകാരൻ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഇത് ഒരു ചെറിയ സംഭവം മാത്രമാണ്. അവിടെ ആ വെടിവെപ്പുണ്ടായതിന്റെ കാരണമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹൈവേയിൽ കാറുകൾ പരസ്പരം മറികടന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു തർക്കം. ആ തർക്കത്തിന്റെ ഒടുവിൽ നടന്ന വെടിവെപ്പിലാണ് 4 വയസ്സുള്ള കുട്ടി തൻ്റെ മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് കൊല്ലപ്പെട്ടത്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ മുൻപന്തിയിലുണ്ട് അമേരിക്ക. ഇന്ത്യ അമേരിക്കയേക്കാൾ എത്രയോ ഭേദപ്പെട്ട നിലയിലാണ് പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം. പക്ഷെ അമേരിക്ക ഇത്രയും വലിയ വികസിത രാജ്യമാണ്, ലോകത്തെ ഏറ്റവും വലിയ ഇന്റലിജൻസ് സംവിധാനങ്ങളുള്ള രാജ്യമാണ്, ഏറ്റവും സമ്പന്നമായ രാജ്യമാണ്, ഏറ്റവും പുരോഗതി പ്രാപിച്ച ഒരു സമൂഹമാണ് അവിടത്തേത് എന്ന് നമ്മൾ പറയുമ്പോഴും ലോകത്ത് ഏറ്റവും കൂടുതൽ കുറ്റകൃത്യം നടക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയെക്കാളും മുന്നിലുണ്ട് ഈ പറയുന്ന അമേരിക്ക എന്ന് പറയുന്ന രാജ്യം. അവിടെ ആരും സുരക്ഷിതരല്ല. ചിലപ്പോൾ ഒരു സ്കൂളിലായിരിക്കാം, ചിലപ്പോൾ മറ്റൊരു കലാലയത്തിലാവാം, അല്ലെങ്കിൽ റോഡ് സൈഡിലായിരിക്കും, അല്ലെങ്കിൽ ഒരു മോളിലാകാം, അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിലാകാം. എവിടെ വേണമെങ്കിലും ഒരു ക്രിമിനലായിട്ടുള്ള ആൾ ഒരു തോക്കുമായിട്ട് ചാടി വീഴാനും ആക്രമണം നടത്താനും സാധ്യതയുള്ള ഒരു രാജ്യമാണ് US. യാതൊരു സുരക്ഷിതത്വവും നമുക്കവിടെ ഇല്ല. അങ്ങനെ ഒരു രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന ചിലരാണ് ഇന്ത്യയുടെ മേൽ ആരോപണം ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഒരു വിരലില്ലാത്ത ഇന്ത്യയെ ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്ന അമേരിക്കയുടെ 2 കൈകളും നഷ്ടപ്പെട്ടിട്ട് എത്രയോ കാലമായി. കൈകൾ പോലും ഇല്ലാത്തവരാണ് വിരലില്ല എന്ന് പറഞ്ഞ് ഇന്ത്യ പരിഹസിക്കുന്നത്. അതായത് അമേരിക്ക അവരുടെ ശത്രുക്കളെ വകവരുത്താൻ വേണ്ടി മറ്റ് രാജ്യങ്ങളുടെ പരമാധികാരത്തെ മറികടന്ന് കയറി പോവുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ബില്ലാദനെ വധിച്ചത് ഏതെങ്കിലും ഏജന്റുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകൾ വഴിയോ ഒന്നുമല്ല. നേരിട്ട് അമേരിക്കൻ പട്ടാളക്കാർ പോയിട്ടാണ് വധിച്ചത് ബില്ലാദനെ. അതെവിടെ വെച്ചായിരുന്നു? പാകിസ്ഥാനിൽ വെച്ചായിരുന്നു. പാകിസ്ഥാൻ ഭരണകൂടമോ പട്ടാളമോ അത് അറിഞ്ഞിട്ടില്ല. അപ്പോൾ ബില്ലാദൻ ക്രിമിനൽ തന്നെയാണ്, കുറ്റവാളിയാണ്, ഭീകരവാദിയാണ്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ മറ്റൊരു രാജ്യത്തിൻ്റെ പരമാധികാരത്തെ മാനിക്കാതെയാണ് അമേരിക്ക അങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്ന് നാം കാണണം. അല്ലാതെ അമേരിക്ക ഒഫീഷ്യലായിട്ട് അയാളെ കൈമാറണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പ്രക്രിയയിലൂടെ അല്ല അത് സംഭവിച്ചത്. ഇനി മറ്റൊരു സാഹചര്യം, അഫ്ഗാനിസ്ഥാനിലേക്ക് അമേരിക്ക എന്തിനാണ് കയറിപ്പോയത്? ഇറാഖിലെ എന്താണ് അമേരിക്കയ്ക്ക് കാര്യം? അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങളുടെ പരമാധികാരത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, ഇപ്പോൾ സദ്ദാം ഹുസൈൻ എന്ന് പറയുന്നത് അവർ അമേരിക്കക്കാരനായിരുന്നില്ല. സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റിയത് അമേരിക്കയുടെ നേതൃത്വത്തിലാണ്. അദ്ദേഹം മറ്റൊരു രാജ്യത്തിൻ്റെ തലവനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ അമേരിക്കയ്ക്ക് അമേരിക്കയുടേതായ ന്യായങ്ങളുണ്ടായിരുന്നു, അമേരിക്ക സെറ്റ് ചെയ്ത് വെച്ച ന്യായങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യം നമുക്ക് എടുത്താലും അമേരിക്ക ഒരു കാര്യം ചെയ്യുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ന്യായങ്ങളുണ്ട്. ഇപ്പോൾ റഷ്യയുടെ മേലും അല്ലെങ്കിൽ ഉത്തര കൊറിയയുടെ മേലും ഇറാൻ്റെ മേലുമൊക്കെ അമേരിക്ക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നത് ഇവരാരും അമേരിക്കയിലോട്ട് മിസൈൽ അയച്ചിട്ടല്ല, പക്ഷെ അയക്കുമോ എന്ന ഭയം കൊണ്ടാണ്. ഉത്തര കൊറിയയെ അമേരിക്ക ഭയപ്പെടുന്നുണ്ട്. അവർ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ വികസിപ്പിച്ചെടുത്താൽ തങ്ങളുടെ രാജ്യത്തിന് അത് ഭീഷണിയാകുമോ എന്ന ഭയമാണ് ഉത്തര കൊറിയയുടെ മേൽ ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്കയെ പ്രേരിപ്പിക്കുന്നത്. ഇറാൻ ആണവായുധം കണ്ടുപിടിച്ചാൽ അത് തങ്ങൾക്ക് നാളെ പണിയാകുമോ എന്നുള്ള ഭയമാണ് ഇറാന് മേൽ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ അമേരിക്കയെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ വെറും ഒരു ഭയം കൊണ്ട് പോലും വിദേശ രാജ്യങ്ങളിൽ ഇടപെടാനും അവിടെ കൊലപാതകങ്ങൾ നടത്താനും ആ രാജ്യങ്ങളെ സാമ്പത്തികമായി അടക്കം ശ്വാസം മുട്ടിക്കാനും അമേരിക്ക ഇന്നും തയ്യാറാകുന്നുണ്ട്. ഇറാനിലെ ആണവ ശാസ്ത്രജ്ഞരായിട്ടുള്ള എത്രയോ പേരെ വധിച്ചതിൻ്റെ പിന്നിൽ അമേരിക്കയ്ക്ക് പങ്കുണ്ട്. ഇറാനിലെ സൈനിക തലവന്മാരുടെ കൊലപാതകങ്ങളുടെ പിന്നിൽ അമേരിക്കയ്ക്കും അവരുടെ ചാരസംഘടനയ്ക്കും പങ്കുണ്ട്. ഇതെല്ലാം ചെയ്യുന്ന അമേരിക്ക ഇന്ത്യയുടെ ഒരു ശത്രുവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് ഇങ്ങോട്ട് വന്നങ്ങ് ആരോപിച്ചാൽ നരേന്ദ്രമോദി അങ്ങ് മുട്ടിടിച്ച് നിൽക്കുമെന്നാണ് വിചാരമെങ്കിൽ അത് വെറും തോന്നൽ മാത്രമാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടിയിരുന്ന സമയത്ത്, നമുക്ക് ഏറ്റവും നമ്മുടെ മോശം സമയത്ത് ഒരു അമേരിക്കയെ നമ്മളെ രക്ഷിക്കാനുണ്ടായിരുന്നില്ല. നമുക്കറിയാം, ഈ 1971 യുദ്ധത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയെന്ന് ഉറപ്പായ അമേരിക്ക പാകിസ്ഥാനെ സഹായിക്കാൻ കപ്പലയച്ചപ്പോൾ അന്ന് നമ്മുടെ പിന്തുണച്ചത് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു അന്ന്. മാത്രമല്ല നമുക്കറിയാം, അതുപോലെ തന്നെ ഇന്ത്യ ചൈന യുദ്ധം നടന്ന സമയത്ത് ഒരു രാജ്യവും നമുക്കൊപ്പം ഉണ്ടായിരുന്നില്ല. അന്ന് അമേരിക്കയ്ക്ക് സഹായിക്കാൻ താല്പര്യമുണ്ടായിരുന്നു. വളരെ വൈകി അമേരിക്ക അതിന് തയ്യാറുമായിരുന്നു. അമേരിക്ക അവരുടെ യുദ്ധവിമാനങ്ങളെ അടക്കം അയക്കാനൊക്കെ തയ്യാറായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ പെട്ടെന്ന് ചൈന യുദ്ധം അവസാനിപ്പിച്ചു. അപ്പോഴേക്കും അവർക്ക് കുറേയേറെ പ്രദേശങ്ങൾ പിടിച്ചെടുക്കാനും പറ്റി. അപ്പം നമുക്ക് അത്യാവശ്യം വേണ്ട സമയങ്ങളിൽ ലോകത്ത് പ്രധാനപ്പെട്ട രാജ്യങ്ങളൊന്നും നമ്മളെ സഹായിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രതിസന്ധികളിൽ ഒറ്റയ്ക്ക് പൊരുതി തന്നെയാണ് ഇന്ത്യ ഇതുവരെ എത്തിയിട്ടുള്ളത്.
ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്ന ചൈനയുടെ കാര്യമെടുത്താൽ ചൈനയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മുടെ ട്രംപ് പലതവണ ചോദിച്ചു ഞങ്ങൾ ഇടപെടണമോ എന്ന്. ഇന്ത്യ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ലെന്നാണ്. ആ വിഷയം പരിഹരിക്കാൻ ഇന്ത്യക്ക് അറിയാം, അതിനുള്ള ക്യാപ്പബിലിറ്റി ഈ രാജ്യത്തിനുണ്ട്. അപ്പോൾ അത്രയും ശക്തമായ നിലപാടെടുക്കുന്ന ഒരു രാജ്യത്തിനെ മറ്റേ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കാനൊന്നും ആരും വിചാരിക്കേണ്ട. ഇന്ത്യക്ക് ഇന്ത്യയുടേതായ നയങ്ങളുണ്ട്. ഇന്ത്യ വിദേശ രാജ്യങ്ങളുടെ പരമാധികാരത്തെ മാനിക്കുന്ന ഒരു രാജ്യമാണ്. ഇന്ത്യൻ ഏജൻസികൾ അല്ലെങ്കിൽ ഏജന്റുമാർ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഭരണകൂടം നേരിട്ട് ഇത്തരം കൊലപാതകങ്ങളിൽ ഇടപെട്ടു എന്നതിന് തെളിയിക്കാൻ യാതൊരു തെളിവും അമേരിക്കയുടെ കയ്യിലില്ല. പിന്നെ പന്നുവിനെ പോലെയുള്ളവരെ സംരക്ഷിക്കുന്ന നിലപാട് അമേരിക്ക സ്വീകരിച്ചാൽ അതിന് വലിയ വില തന്നെ അവർക്ക് നൽകേണ്ടിയും വരും. അതുകൊണ്ട് ഇമ്മാതിരി ഉമ്മാക്കിയൊന്നുമായിട്ട് ഇന്ത്യ വിരട്ടാമെന്നാരും കരുതണ്ട. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.